ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റിനും ഞാൻ മാക്സിമമായി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഒരാൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വിലയേറിയ സമയവും നിങ്ങളുടെ മനസ്സും ഒരു വീഡിയോയ്ക്കകത്ത് തരുമ്പോഴാണ് ആ വീഡിയോയ്ക്ക് ജീവൻ വയ്ക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് അല്ല, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരാളുള്ളപ്പോഴാണ് ആ വാക്കുകളുടെ പ്രസക്തി ഉള്ളതെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അമ്മയുടെയും ഒരു വീട്ടമ്മയുടെയും മകളുടെയും കഥയാണ്. കഥയല്ല, ജീവിതാനുഭവം തന്നെയാണ്. അപ്പോൾ നടന്നു കഴിഞ്ഞതെല്ലാം നമുക്കൊരു കഥയായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ജീവിതാനുഭവമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വീട്ടമ്മയും മകളുമാണ്. അപ്പോൾ ഈ വീട്ടമ്മ മകൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ഏകദേശം ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തിട്ട് പോയി. ഡിവോഴ്സ് ചെയ്ത് പോയപ്പോൾ ഇവരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം നശിപ്പിച്ച് തൊലച്ച് കളഞ്ഞിട്ടാണ് ആ വ്യക്തി ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇറങ്ങിപ്പോയവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ, അങ്ങ് പോയാൽ മതി. എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കുക, ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവരുടെ പാട്ടിനുള്ളതെല്ലാം തുലച്ചിട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെയുള്ള വീട്ടമ്മമാർക്കാണ് അതിൻ്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നതും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്തതും അമ്മയ്ക്ക് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ജീവിത കാഴ്ചകളെല്ലാം. അപ്പോൾ ഈ വീട്ടമ്മ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് മകളെ വളർത്തുന്നത്. അപ്പോഴും ഈ മകളെ നല്ലൊരു സ്കൂളിൽ ചേർത്ത് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവൾക്ക് ഈ വീട്ടമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യൂസ് കടയിൽ ജോലിക്ക് പോയി, ബേക്കറിയിൽ നിന്നു, അതുപോലെ ഹോട്ടലിൽ ഹെൽപ്പറായിട്ട് പോയി. നിങ്ങൾക്കറിയാമല്ലോ ഓരോ ജോലി ഭാരങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സമയങ്ങളെന്നൊക്കെ. മകൾ സ്കൂൾ കഴിഞ്ഞ് എത്തുന്നതിന് മുന്നേ വീട്ടിലെത്തുന്ന ഒരു ജോലി മാത്രമേ അവർ സ്വീകരിച്ചിരുന്നുള്ളൂ. കാരണം മകളെ ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിൽ മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് ഇരുത്തിയാൽ ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മകളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു ഈ വീട്ടമ്മ. അങ്ങനെ അവർ സന്തോഷത്തോടെയൊക്കെ കഴിഞ്ഞ്, കഷ്ടപ്പാടൊക്കെ ആണെങ്കിലും അമ്മയും മകളും ഉണ്ടല്ലോ, അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അവർ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ച് വരികയാണ്. ഈ മക്കളെ സംബന്ധിച്ച് ആരില്ലാതായാലും അമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ്. എന്ന് വിചാരിച്ച് അച്ഛനില്ലാത്തവർക്ക് വിഷമമില്ലെന്നല്ല, വിഷമമുണ്ട്. പക്ഷേ എന്നാലും അമ്മയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുവിധ ആശ്വാസമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മോളിങ്ങനെ നന്നായിട്ട് പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നല്ലൊരു ഗവൺമെൻറ് ജോലി വാങ്ങുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ, +2 ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ PSCക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി. PSC ക്ലാസ്സുകളിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് PSC ഒക്കെ പഠിച്ച് ഇങ്ങനെ ഓരോന്നിനും ട്രൈ ചെയ്യാണ്. അവസാനം ഒരു TTC ഡിഗ്രി +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് പോയപ്പോൾ എല്ലാവരും TTCക്ക് പോകാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു TTC വേണ്ട, B.Ed മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് B.Edന് അപ്ലൈ ചെയ്ത് B.Edന് പോയി. അങ്ങനെ നല്ലൊരു അധ്യാപികയായി. മലപ്പുറത്താണ് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത്. അങ്ങനെ ജോലിക്ക് പോയി, ജോലിയൊക്കെ ചെയ്ത് ശമ്പളമൊക്കെ കിട്ടി. പിന്നെ അമ്മയ്ക്ക് ഫസ്റ്റിൽ ആ മോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാതാക്കി. കാരണം അമ്മ ഇനി ഇങ്ങനെയുള്ള കഠിനമായ ജോലികളിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തി. അവർ സന്തോഷമായി ചെറിയ ഒരു സ്ഥലവും ഒരു വീടും ഒക്കെ എങ്ങനെയെങ്കിലും ലോണും കൂടെയൊക്കെ എടുത്ത് അവർ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ കഴിയുന്നതിനിടയ്ക്ക് മകൾക്ക് പ്രായമൊക്കെ ആയി വരുന്നുണ്ടല്ലോ, 28, 29 ഒക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി വന്നപ്പോൾ അത്രയൊക്കെ ഏജായി, 26 ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വന്ന് വിവാഹാലോചനയുടെ കാര്യം പറയുമ്പോൾ മകൾക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അമ്മയുടെ ജീവിതം കണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു, മോളെ നല്ലൊരു ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല, എന്നെപ്പോലെ ഒരു ജീവിതം അത് ആർക്കും കിട്ടാതിരിക്കണം. അങ്ങനെ എപ്പോഴും വീട്ടിലുള്ള ആ സംസാരം കൊണ്ട് തന്നെ ഈ മകൾക്ക് വിവാഹമെന്ന് കേൾക്കുമ്പോൾ സ്വന്തം അച്ഛനെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. കാരണം അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോയതും പിന്നീട് അവർ പെട്ട പാടുകളുമാണ് അവരിങ്ങനെ ആലോചിച്ച് മാനസികമായി തകരുന്നത്. അപ്പോൾ ഈ തകർച്ചയിൽ നിന്ന് ആ മകൾക്കൊരു മോചനമില്ല. ഏതൊരു കല്യാണാലോചന വന്നാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ അമ്മ ഭയങ്കരമായി മാനസികമായി വിഷമിച്ചു. എങ്ങനെയെങ്കിലും മകളൊരു വിവാഹത്തിന്, അവൾക്കിനി നാളെ എനിക്ക് ശേഷം ഇനി അവൾക്കൊരു കുടുംബം ഇല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചപ്പോൾ മകൾ പറഞ്ഞു, അമ്മയുടെ അവസ്ഥ എന്തായാലും എനിക്കുണ്ടാവില്ലല്ലോ, കാരണം
ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും എനിക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രതയുണ്ട്, എനിക്കൊരു ജോലിയുണ്ട്, ജോലി ഇല്ലാതായാലും പെൻഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ മകളെ ഇങ്ങനെ മകൾ അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ 30 ആയി, 31 ആയി, 32 ആയി, 33 ആയി. ഇപ്പോൾ ആ മകൾക്ക് 34 ഇയേഴ്സ് റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒരു വിവാഹത്തിനോട് അവർക്ക് ഇപ്പോഴും ഒരു എന്താണ് പറയുന്ന ഒരു ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കണം, എനിക്കൊരു കുടുംബജീവിതം വേണം എന്നുള്ള തോന്നലിലേക്ക് ആ കുട്ടി ഇനി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കാര്യം ഞാനിവിടെ പറഞ്ഞത്, ഇപ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന ട്രോമ സ്വാഭാവികമായി നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ അതൊരു ഓവർ ഡിസ്കഷൻ, അതൊരു മേജർ ടോപ്പിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ അത് മാനസികമായി ബാധിക്കും. ചിലപ്പോൾ അവർ വിവാഹം എന്നൊരു പറയുന്ന സങ്കല്പത്തിനോട് തന്നെ എതിരായി പോവും. അതാണ് പറയുന്നത്, ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ഒരു ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഈ ഭാര്യയെ അന്വേഷിക്കാതെയും നോക്കാതെയും കളഞ്ഞിട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഭാര്യയ്ക്ക് മാത്രമല്ല ഈ ട്രോമ ഉണ്ടാകുന്നത്, കുഞ്ഞുങ്ങളെയും കൂടി അത് ബാധിക്കുകയാണ്. നാളെ അവരുടെ ഒരു ഫ്യൂച്ചറിനെ കൂടി അത് ബാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരി നമ്മളിൽ ഒതുങ്ങുമെന്ന്. ഒരിക്കലും ഇല്ല. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിൽ ഹസ്ബൻഡ്, വൈഫ്, മക്കളെല്ലാം ചേർന്നതാണ് ഒരു കുടുംബം. ഇതിലൊരു മകനോ മകളോ മോശമായി തൻ്റെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ അത് അമ്മയച്ഛനെയും ബാധിക്കില്ലേ. അമ്മ ചെയ്യുന്ന ഒരു തെറ്റ് അച്ഛനെയും അതുപോലെ തന്നെ മക്കളെയും ബാധിക്കും. മക്കൾ ചെയ്യുന്ന തെറ്റ് അച്ഛനെ അമ്മയും ബാധിക്കും. ഭർത്താവ് ചെയ്യുന്ന തെറ്റ് ഭാര്യയെ മാത്രമല്ല മക്കളെയും ബാധിക്കും. ഭാര്യ ചെയ്യുന്ന തെറ്റ് ഭർത്താവിനെ മാത്രമല്ല മക്കളെയും ബാധിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നമ്മളെ വിഷമതകൾ വീട്ടിൽ പറയാതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം നമ്മുടെ മക്കളോട് സംസാരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ ഈ ജീവിതം തന്നെ വെറുത്തു പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ആ കുട്ടിക്ക് അമ്മ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എവിടെയോ കൊണ്ടുപോയി. കാരണം ഈ ഒരു ചിന്താഗതി മാറി ഒരു 35-ലെങ്കിലും ആ കുട്ടി ഒന്ന് വിവാഹം കഴിച്ച് കാണണമെന്നാണ് ആ അമ്മയുടെ ആഗ്രഹം. ഇത് ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ്, വിവാഹം കഴിക്കുക എന്നുള്ളത്. മകൾക്കൊരു പേടി, അമ്മയ്ക്ക് കിട്ടിയതുപോലത്തെ ജീവിത പങ്കാളിയായിരിക്കുമോ തനിക്കും കിട്ടുന്നത് എന്നുള്ളൊരു ഭയം. അത് സ്വാഭാവികമാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ജോലിയൊക്കെ നോക്കി വരും, പിന്നീടാകുമ്പോൾ നോക്കിയില്ലെങ്കിൽ നമ്മളതിൻ്റെ മാനസിക വിഷമങ്ങൾ നമ്മളെടുക്കണ്ടേ. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ആ അമ്മയെ ഹസ്ബൻഡ് നോക്കിയില്ല, പക്ഷേ ആ അമ്മയ്ക്ക് ജീവിക്കാൻ ഈ മകളുണ്ടായിരുന്നു ഇല്ലേ. മകളെ ചുറ്റിപ്പറ്റിയാണ് അമ്മയുടെ ജീവിതം ജീവിച്ചു വന്നത്. അപ്പോൾ ഈ മകളോടായാലും എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ വിവാഹം കഴിക്കുന്നു, നല്ല രീതിയിൽ ആ വിവാഹം നടക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ വിവാഹ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ നമുക്കെന്ന് പറഞ്ഞ് നമുക്കതിൽ 1 or 2 മക്കളൊക്കെ ജനിക്കുമല്ലോ. എന്തായാലും അത് കഴിഞ്ഞായിരിക്കുമല്ലോ എല്ലാവരും വേർപിരിയുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ വേർപിരിയുന്നത് വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ആ മക്കളെ നോക്കി നമുക്ക് ജീവിക്കാനൊരു അത്താണിയാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മക്കളെ നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ആരും ഇല്ലെങ്കിൽ നമുക്ക് ആ മക്കളുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മകളുടെ അമ്മ ഈ മകളുള്ളത് കൊണ്ടാണ് ഇത്രയും ജീവിച്ചു വന്നത്. ഇന്ന് സുഖമായി ജീവിക്കുന്നതും ആ മകളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ മകൾക്ക് നാളെ എന്തെങ്കിലും വന്നില്ലെങ്കിലും മകൾക്ക് വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയും സ്വന്തം ജീവിതം വയ്ക്കാമല്ലോ, ഒറ്റപ്പെട്ട് ജീവിക്കണ്ടല്ലോ. അപ്പോൾ എന്ന് വിചാരിച്ച് അങ്ങനെ വരണമെന്നല്ല പറയുന്നത്. നല്ല രീതിയിലുള്ള വിവാഹ ജീവിതം, നല്ല രീതിയിലുള്ള ഒരു വിവാഹ ജീവിതം ആ മകൾക്ക് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. എങ്ങനെ ജീവിതം വന്നാലും ജീവിതത്തിനെ നമ്മൾ ആ രീതിയിൽ കാണുക. നമുക്ക് അടുത്തൊരു ഒറ്റപ്പെട്ട് നമ്മൾ നമുക്കിനി നാളെ സാമ്പത്തികമുണ്ട്, എല്ലാം ഉണ്ട്. അമ്മയുടെ കാലം കഴിഞ്ഞാൽ ആ മകൾ ഒറ്റപ്പെട്ടു പോകും, ഇളയതും മൂത്തതും ഒന്നുമില്ല. അപ്പോൾ എങ്ങോട്ടാണ് പോയി ഒന്ന് സംസാരിക്കാനോ എന്തിനെങ്കിലും ഉള്ളത്. അപ്പോൾ ഒരു വിവാഹ ജീവിതം അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. സന്തോഷമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരെ കൂടി നമ്മൾ കണക്കിലെടുത്ത് വേണം ജീവിതത്തിലെ തീരുമാനങ്ങളെടുക്കാൻ. ഏതൊരു പെൺകുട്ടിയും വിവാഹം കഴിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കഴിക്കുമ്പോൾ ഒന്ന് നോക്കി ശ്രദ്ധിച്ചും മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ നമ്മുടെ ശരീരത്തിനെ ടോർച്ചറേപ്പിക്കുന്ന ആൾക്കാരുമായി ബന്ധം തുടരാതിരിക്കുക എന്നൊക്കെയുള്ള കുറച്ച് പോയിൻറ്റ്സ് മാറ്റി വെച്ചാൽ കുടുംബജീവിതം വളരെ സന്തോഷവും, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കുടുംബം ഇല്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. കുടുംബമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളോ ജീവിത
സാഹചര്യങ്ങളോ ഏതെങ്കിലും ഒരമ്മയ്ക്കെങ്കിലും എൻ്റെ വാക്കുകൾ ഒരു സഹായമായി എങ്കിൽ അത് കമൻറ്റുകളായി അറിയിക്കുക. ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായത്തിനായി കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത് ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.